നമുക്കിന്ന് മസ്കറ്റിലെ മത്രയിലുള്ള ഫിഷ് മാർക്കറ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് മത്ര കോർണിഷ് ഭാഗത്താണ് ഉള്ളത്. നമ്മൾ താമസിക്കുന്നത് ഡാർ സൈറ്റിലാണ്. ഡാർ സൈറ്റിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഫിഷ് എടുക്കുന്നുണ്ടായിരുന്നു. എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ വലിയ ഫിഷുകളാണ് കേട്ടോ എടുക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫിഷും ഇവിടെയും കിട്ടും കേട്ടോ. പക്ഷേ പേരുകൾ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാളയായാലും ഒരുവിധം എല്ലാ ഫിഷും ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ മാന്തൽ, നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ മാന്തൽ എന്നാണ് പറയുക. ആ ഫിഷ് മാത്രമാണ് ഇവിടെ കിട്ടാത്തുള്ളൂ. അതിന് വലുത് കിട്ടും, ചെറിയ മാന്തൽ ഇവിടെ കിട്ടില്ല. അത് ഇത്രയും നാൾ വന്നിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു 1-2 പ്രാവശ്യം മാത്രം അപൂർവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഫിഷും ഇവിടെ കിട്ടും. ഇന്ന് സാധാരണ ചെമ്മീൻ, അതുപോലെ ഞണ്ട്, അതൊക്കെ പൊതുവെ കുറവായിരുന്നു. സാധാരണ അതൊക്കെ ഉണ്ടാവാറുണ്ട്. കൂടുതൽ അയില, അതുപോലെ കുടുത, ആ ഫിഷൊക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് കാണുന്നത്. പിന്നെയും വേറെ ഫിഷുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇവിടെ വന്ന് മേടിക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും പൊതുവെ പൈസ കുറവായിരിക്കും. അതുമാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് കിട്ടും. കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ശ്രദ്ധിച്ചാൽ അറിയാം, ഒട്ടും ഐസും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിൽ ബീച്ചിലൊക്കെ പോയിട്ട് മേടിക്കുന്ന അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മളങ്ങനെ അത്രയും വലിയ ഫിഷൊന്നും മേടിച്ചില്ല. ചാള, അയില, പിന്നെ പേരറിയാത്ത വേറെ ഏതൊരു ഫിഷും, അങ്ങനെ ഒരു 3 തരം ഫിഷാണ് നമ്മൾ മേടിച്ചത്. വലിയ ഫിഷൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ടൈപ്പ് കുറച്ച് ഫിഷൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോന്നു. അതും അവിടെ നമ്മൾ കട്ട് ചെയ്യാൻ കൊടുത്തില്ല. നമ്മൾ കട്ട് ചെയ്യാൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചെറിയ ഫിഷ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേടിച്ച് നമ്മൾ തിരിച്ചു പോകും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫിഷ് കട്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫിഷ് നമ്മൾ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി തരും.